നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്നലെയാണ് കേരളത്തെ പിടിച്ചുകുലുക്കുന്ന വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ ഒരു വാർത്ത പുറത്തുവിട്ടത്. CI പീഡിപ്പിച്ചെന്ന പരാതിയുമായി എത്തിയ ആളിനെ ഡിവൈഎസ്പിയും SP-യും അടക്കം പീഡിപ്പിച്ചു എന്നും പിന്നീട് ഒരു കസ്റ്റംസ് ഓഫീസർക്ക് കൈമാറാൻ ശ്രമിച്ചു എന്നൊക്കെയായിരുന്നു പരാതി. എന്നാൽ അല്പസമയത്തിനകം പരാതി ഏതാണ്ട് വ്യാജമാണെന്ന് ഉറപ്പാവുകയും ചെയ്തു. ആരോപണ വിധേയനായ CIയും DYSP-യും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കാര്യങ്ങൾ വിശദീകരിച്ചതോടെ വാർത്ത ആവിയായിപ്പോയി. പൊന്നാനിയിൽ വീട്ടമ്മയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന ആരോപണം നേരിട്ട പോലീസ് ഉദ്യോഗസ്ഥർ നിയമ നടപടിയിലേക്ക് തിരിയുന്നതോടെ ചാനലും കുടുങ്ങുമെന്ന് ഉറപ്പായി. ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് താനൂർ DYSP VV ബെന്നി മലപ്പുറം SP-ക്ക് ഇപ്പോൾ പരാതി നൽകിയത്. മുട്ടിൽ മരമുറി അന്വേഷിച്ച് കുറ്റക്കാരെ അറസ്റ്റ് ചെയ്തതിലെ പ്രതികാരമാണ് ഈ ആരോപണം കെട്ടിച്ചമച്ചതിന് പിന്നിലെന്നും പ്രതികൾക്ക് പങ്കാളിത്തമുള്ള റിപ്പോർട്ടർ ചാനലിൽ തന്നെ വാർത്ത വരാൻ കാരണം ഇതാണ് എന്നുമാണ് പരാതി. റിപ്പോർട്ടർ ചാനലിനെതിരെയാണ് പരാതി. CI വിനോദും സമാന പരാതി നൽകും. ഇതോടെ വിവാദം പുതിയ തലത്തിലേക്ക് മാറുകയാണ്. ബെന്നിയുടെ പരാതിയിൽ സമഗ്ര അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. സുപ്രധാന കേസുകളിലെ മികവാർന്നതും കുറ്റമറ്റതുമായ അന്വേഷണ മികവിനുള്ള സമ്മാനമായി അദ്ദേഹത്തെ കേന്ദ്ര പോലീസ് മെഡൽ ആദരിക്കുകയും ചെയ്തിരുന്നു. കോഴിക്കോട് സ്വദേശിയായ ബെന്നി ഏത് അന്വേഷണത്തെയും ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിവുള്ള ഉദ്യോഗസ്ഥൻ കൂടിയാണ്. മുട്ടിൽ മരമുറി കേസിൽ മരങ്ങളുടെ DNA പരിശോധനയിലൂടെ കാലപ്പഴക്കം ഉറപ്പിച്ചതും VV ബെന്നിയുടെ തന്നെ മികവായിരുന്നു. ഇതായിരുന്നു മുട്ടിൽ മരമുറിയിൽ പ്രതികൾക്ക് ഊരാക്കുടുക്കായത്. ഇതോടെ ചിലർക്ക് ബെന്നി കണ്ണിലെ കരടായി. ബെന്നിയെ അന്വേഷണത്തിൽ നിന്നും പുറത്താക്കാൻ പലവിധ കളികൾ നടന്നു. പക്ഷേ സർക്കാർ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ അനുമതി നൽകി. അപ്പോഴാണ് സുജിത് ദാസുമായി ബന്ധപ്പെട്ട പുതിയ ആരോപണം ഉയർന്നത്. ഇതിന്റെ പിന്നിൽ പഴയ പരാതി തട്ടിയെടുത്ത് പുതിയൊരു ട്വിസ്റ്റ് ഉണ്ടാക്കാനും ബെന്നിയെ ഉപദ്രവിക്കാനുമാണോ ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക് നീങ്ങിയത് എന്ന വിഷയമാണ് ചർച്ചയാകുന്നത്. ഏതായാലും മുട്ടിൽ മരമുറിയിലെ പ്രതികൾ വീണ്ടും അടുത്ത കേസിലേക്ക് പ്രതികളാകുന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ റിപ്പോർട്ടർ ചാനലിലെ സ്റ്റാഫുകളും ഇത്തരത്തിൽ പ്രതിയാക്കപ്പെടും. മംഗളം ചാനൽ പൂട്ടിയതുപോലെ റിപ്പോർട്ടർ ചാനൽ പൂട്ടിപ്പോകാൻ പോലും സാധ്യതയുണ്ടോ എന്നാണ് ജനങ്ങളും ഇപ്പോൾ ചിന്തിക്കുന്നത്. DGP-ക്കും ക്രൈംബ്രാഞ്ച് ADGP-ക്കും ബെന്നി നേരിട്ട് പരാതി നൽകും. ആരോപണം നേരിട്ട മലപ്പുറം മുൻ SP സുജിത് ദാസ്, SHO വിനോദ് എന്നിവരും ഇന്ന് DGP-ക്കും മലപ്പുറം SP-ക്കും പരാതി നൽകും. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും കോടതിയെ സമീപിക്കുന്നുണ്ട്. അതേസമയം ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിവാദം പുതിയ തലത്തിലേക്ക് തന്നെ എത്തുകയാണ്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നേരിടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നാണ് പോലീസ് അസോസിയേഷനും പറയുന്നത്. അത്തരം ഉദ്യോഗസ്ഥർ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. അവർക്കൊപ്പം പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഉണ്ടാകുമെന്നും സംസ്ഥാന സെക്രട്ടറി CR ബിജുവും പറയുന്നു. സംവിധാനത്തിനെതിരെയും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും ആക്ഷേപങ്ങൾ ഉയരുന്ന വലിയ ചർച്ചകളും ഒക്കെ ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിലാണ് ഇത്തരമൊരു നടപടി. വസ്തുതകൾ പുറത്തു വരട്ടെ എന്നാണ് കേരള പോലീസ് അസോസിയേഷന്റെയും നിലപാട്. എന്നാൽ ഒരു വാർത്താ ചാനൽ പോലീസ് ഓഫീസർമാരുടെ ബലാത്സംഗ പരമ്പര എന്ന വാർത്ത നൽകുന്നതിന് മുമ്പ് പ്രാഥമിക അന്വേഷണം പോലും നടത്തിയിട്ടില്ല, വസ്തുതകൾ അന്വേഷിച്ചില്ല എന്നുള്ളത് ഗൗരവത്തോടെ തന്നെ കാണണം. മാത്രമല്ല, മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ ഒരാൾ ആ സംഘത്തിലുള്ളപ്പോൾ അത് കൃത്യമായും വ്യക്തിപരമായ പരാതി തീർക്കാനാണ് എന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ അതിനെ മറിച്ചൊന്നും പറയാനുമില്ല. ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന് നേതൃത്വം നൽകി തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ നടത്തിയ അന്വേഷണ മികവിനാണ് ബെന്നിക്ക് കേന്ദ്ര പുരസ്കാരം ലഭിച്ചത്. 2021 അദ്ദേഹത്തിന് കേന്ദ്ര പുരസ്കാരം ലഭിച്ചത്. മാവോയിസ്റ്റ് അക്രമങ്ങളും UAPA കേസുകളും അദ്ദേഹം അന്വേഷിക്കുകയും ചെയ്തിരുന്നു. മരട് ഫ്ളാറ്റ് കേസ്, TP വധക്കേസ്, പെരുവണ്ണാമൊഴി സെക്സ് റാക്കറ്റ്, ഹാദിയ കേസ് എന്നിവയിലും അന്വേഷണ ഉദ്യോഗസ്ഥനായി. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങളും അതിന്റെ പേരിലുള്ള മുട്ടിൽ മരമുറി കേസിലെ ആരോപണ വിധേയരായ പ്രതികളുടെയും ആ പ്രതികൾ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിമാരാണ്. ഈ വിരോധത്തിന്റെ ഭാഗമായുള്ള ഗൂഢാലോചനയാണെന്ന് DYSP VV ബെന്നി പ്രതികരിക്കുമ്പോൾ അത്തരം അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസ് പോകുന്നതെന്ന് വ്യക്തമാകുന്നു.